ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ചോറിന് എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കറി നമ്മൾ ചേനേനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചേന നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ സ്ക്വയർ പീസസായി കട്ട് ചെയ്തെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിൽ ചേന ഒന്ന് വേവിച്ചെടുക്കണം. ചേന നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 6 എടുക്കുക. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണോളം ഞാൻ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചാൽ തേങ്ങ അരിഞ്ഞു കിട്ടൂല. അപ്പോൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് ഇത് നല്ലോണം നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. തേങ്ങ ഇവിടെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേന ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേനയിലുള്ള വെള്ളം ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. ചേനേനെയും വെള്ളേനെയും സെപ്പറേറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ ഇത് രണ്ടും സെപ്പറേറ്റ് മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ചേന നല്ലോണം ഉടച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, മാറ്റി വെക്കാം. അതിനുശേഷം ഈ വെന്ത ചേനേനെ നമുക്കൊരു തവി കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് നല്ലോണം കംപ്ലീറ്റ് ഉടക്കണമെങ്കിൽ അങ്ങനെ ഉടക്കുക. അല്ല കുറച്ച് ചേന കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഉടച്ചു കൊടുക്കുക. നല്ലോണം ചേന വെന്ത് കിട്ടണം കേട്ടോ. നിങ്ങളെ വിസിലിൽ ചേന വേവാൻ എത്രയാണോ എന്ന് വെച്ചാൽ അത്ര വിസിൽ അടിച്ചു കൊടുക്കുക. ഞാനിത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത്ര വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളെ ചേന വെന്ത വെള്ളം ഉണ്ടല്ലോ അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചേന വെന്ത വെള്ളത്തിൽ തന്നെ നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്തോട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു അരപ്പ് നല്ലവണ്ണം ഒന്ന് തിളക്കണം. അതിൻ്റെ അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ നല്ലോണം ചൂടായാൽ കടുകിട്ടിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ഒരു ഉള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം തേങ്ങയാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓപ്ഷനലാണ് ഈ തേങ്ങ ആഡ് ചെയ്യൽ. പക്ഷെ തേങ്ങ ആഡ് ചെയ്താലാണ് ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കംപ്ലീറ്റ് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ തിളച്ച് വരുന്ന ചേനക്കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ സ്വാദിഷ്ടമായ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ തേങ്ങയെല്ലാം വറുത്ത് ഇതിലേക്ക് ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോറിനൊരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചേന ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടി അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.